പുതിയ വിവാദത്തിന് പിന്നാലെ ഇപിയുടെ ചാട്ടം ബിജെപിയിലേക്ക് എന്ന പ്രതികരണവുമായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. എന്നാൽ ഇപി ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇപി ജയരാജനെ പാർട്ടി വിശ്വസിക്കുന്നു എന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാക്കുകൾ. സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതിന്റെ ഇപിക്ക് അടങ്ങിയിട്ടില്ല എന്നും ഇപിയുടെ ചാട്ടം ബിജെപിയിലേക്കാണെന്നുമായിരുന്നു കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം. സിപിഎമ്മിന്റെ അകത്ത് പഴയതുപോലെയല്ല. സിപിഎമ്മിന്റെ അകത്ത് പല നേതാക്കളും ഉള്ളു തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ആളുകൾ ജയരാജൻ ഈ പാർട്ടിക്കകത്ത് നിൽക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ. അദ്ദേഹം ഇതിനു മുമ്പ് ആക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അവർ പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവസാനം പോയി സോറി പറഞ്ഞിട്ടുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലുള്ള പക ഇപിക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പരിഹാരമില്ലാത്തിടത്തോളം കാലം അദ്ദേഹം തൃപ്തനുമാവില്ല, അദ്ദേഹം നിശബ്ദനുമാവില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകാശത്ത് നിന്ന് ആത്മകഥ എഴുതാൻ പറ്റുമോ എന്ന ചോദ്യം ഉന്നയിച്ച വി ഡി സതീശൻ ഇത് കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ആത്മകഥ നിഷേധിക്കുക, കാരണം DC ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് ഇപി ഭയപ്പെടേണ്ട കാര്യമില്ല, ഈ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണ് സുരേന്ദ്രന്റെ പ്രതികരണം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ 52 വെട്ടിന്റെ പാർട്ടിയാണല്ലോ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു നിലപാടെടുത്താൽ 52 വെട്ടാണല്ലോ. ആ 52 വെട്ടിന് ഇപി ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപി പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല എന്നും വിശ്വസിക്കുന്നു എന്നുമാണ് എം വി ഗോവിന്ദൻ അറിയിച്ചത്. ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തയുമായി അത് എഴുതി എന്ന് അവർ അവകാശപ്പെടുന്ന ഇപി ജയരാജൻ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എഴുതിയതല്ല ഇത് എന്നും ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല എന്നും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല എന്നും ഒരു പ്രസാധകനും ഞാനത് നൽകിയിട്ടില്ല എന്നും തെറ്റായ രീതിയിലുള്ള എല്ലാറ്റിനും നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് എന്ത് വ്യക്തതയാണ് വേണ്ടേ? തന്നെക്കുറിച്ച് ഇപി ജയരാജൻ അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല എന്നായിരുന്നു സരിന്റെ പ്രതികരണം. സഖാവ് ഇപി ജയരാജന്റെ അഭിപ്രായം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം മനസ്സിരുത്തിയല്ലാതെ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ ചർച്ചയാക്കുന്നതിനും അപ്പുറം അദ്ദേഹം അറിയാതെ വന്ന ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന അർത്ഥമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നടക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. Denounce this as a falsehood. Nothing like that has been written. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. ന്യൂസ് ഡെസ്ക്, അമൃത TV.